പ്രാവശ്യം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അതിന്റെ മുമ്പിലത്തെ ബെറ്റർ ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഉദ്ദേശിച്ചില്ല, ജയിക്കുമെന്ന് വിചാരിച്ചില്ല. ശോഭ ജയിക്കുമെന്ന് വിചാരിച്ചു. ശോഭയായിരുന്നു ജയിക്കേണ്ടതായിരുന്നു ശരിക്കും. അതുപോലെ ശോഭയ്ക്കും ഈ അഖിൽമാരാനും ഒക്കെ തന്നെ ചെയ്യുമായിരുന്നത്. അറിയിക്കുന്ന ആള് തന്നെയാണ്, സംശയമില്ലാത്ത മത്സരിച്ച് കളിക്കാനുള്ള തയ്യാറുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഇതാണ് പുള്ളിക്കാരത്തിയുടെ. എപ്പോഴും നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ആർട്ടിഫിഷ്യലായിട്ട് വരുത്തുന്ന ഭാഗങ്ങളാണ്. മറ്റേത് അതല്ല, അയാളുടെ ഒറിജിനൽ ഇതാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശോഭ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വരുത്തി അഭിനയിക്കുന്ന ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. ടിവിയിൽ മൊബൈലിലും കുറച്ച് കാണാൻ പറ്റും. ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ്. അല്ല 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 എപ്പിസോഡ് കാണാൻ പറ്റാത്തത് നമ്മള് മൊബൈലിലിട്ട് കാണും. ഇല്ല ഇല്ല, അങ്ങനെ കമ്പയർ ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല. ഇതുവരെ ജയിച്ചു വന്നിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് രണ്ടുപേരുണ്ട്. സാബുമോനുണ്ട്, ഇപ്പം മാരാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവര് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കറിയില്ല വോട്ടിംഗ് സമയം ഉണ്ടെന്ന്. ഇല്ല 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 ഇല്ല, ഇപ്പോഴാണ് ഇതിലാണ് വോട്ടിംഗ് ഫസ്റ്റ്. റിയാസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞൊന്നുമില്ല. കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് നടക്കുന്ന അടിമടി ചില കാര്യങ്ങള് അവര് സംസാരിക്കുന്ന ചില കാര്യങ്ങള് ചില ഫാമിലീസ് പോസിറ്റീവായിട്ട് എടുക്കും, ചിലപ്പോൾ നെഗറ്റീവ്. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചില ഫാമിലീസ് പോസിറ്റീവായിട്ട് അത് അവര് അവിടെ നടക്കുന്ന ഒരു ഇതുപോലെ കാണുന്നു. ചിലത് പേഴ്സണലായിട്ട് എടുക്കുന്നവരും ഉണ്ട്. നമുക്കറിയില്ലല്ലോ. എല്ലാരും ഫേക്കായിട്ട് തന്നെയാണ് നിന്നത്. ജയിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റില് ഫേക്കായിരുന്നു. ജെന്യൂനിറ്റി ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് സ്ഥലത്തൊക്കെ ഫേക്കായിട്ട് തന്നെയാണ് നിന്നത്. പൊതുവെ മൊത്തത്തിലുള്ള അഭിപ്രായത്തില് ശോഭയായിരുന്നു ഏറ്റവും ഫേക്ക് എന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല. റിയാസിന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ ഫോണിൽ ചെയ്തിട്ടുണ്ട് വോട്ടിങ്. ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ മൊബൈലിൽ കാണുന്ന പരിപാടിയില്ല. ടിവിയിൽ വല്ലപ്പോഴും ഫ്രീ ആകുമ്പോൾ കാണും. മൊബൈൽ കാണുന്ന ഇഷ്ടം ഇല്ല ഇല്ല. നമ്മുടെ ബിഗ് ബോസിലെ ഈ കാണുന്ന എപ്പിസോഡ് വളരെ കുറച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ ഈ മോഹൻലാലിന്റെ പരിപാടികളാണോ ഇഷ്ടം, അതോ ഗെയിമുകളാണോ ഇഷ്ടം, അതോ അവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെയാണോ? വഴക്കും മോഹൻലാൽ അങ്ങനെ ജനറലായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഞാൻ അത്ര ഇതിന്റെ അങ്ങ് ഒരു അഡിക്റ്റ് ഒന്നും അല്ല. ഞാൻ വളരെ റിലാക്സ് ആകുമ്പോ ഒന്ന് കാണുമെന്നുള്ളതേ ഉള്ളൂ. വീട്ടിലെല്ലാവരും അങ്ങനെയാണോ? അത്രേ ഉള്ളൂ. അടി പലപ്പോഴും സ്റ്റാൻഡേർഡ് വിട്ടൊക്കെ പോകുന്നുണ്ട്. ഒരു ലെവല് വളരെ ഫാമിലിക്ക് ഇഷ്ടമല്ലേ? ഇല്ല. നോർമൽ റെഗുലർ യൂസർ അല്ല, റെഗുലർ ആയിട്ട് കണ്ടോണ്ടിരിക്കുന്ന ആളല്ല. അല്ല. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടിരുന്നു എല്ലാ എപ്പിസോഡും ഒന്നും കണ്ടിട്ടില്ല. അതിന് ഒരു പ്രാവശ്യം മുഴുവൻ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം കണ്ടത്. സാബു. ഇപ്രാവശ്യത്തിലാണ് 3ാം റൗണ്ടാണ് കാണാത്തത്. സെക്കൻഡ് റൗണ്ടും കണ്ടു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു സെക്കൻഡ് റൗണ്ട് കാണാൻ. റിയാസ് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റിയാസ് അല്ലേ പേര്? ഇപ്പൊ നടന്നില്ലാണ് അല്ലേ? ഇപ്പൊ മുമ്പ് ദിൽഷ ജയിച്ചു. ആ സീസണിൽ ആണ് അത് കണ്ടിരുന്നു. അത് ഇഷ്ടമായിരുന്നു. കാണണമെന്നുണ്ട്. കാണും. ടി വി തന്നെയാണ് കാണുന്നത്. ഏഷ്യാനെറ്റിൽ തന്നെയാണ്. മൊബൈലിൽ നമുക്കൊന്നും വയസ്സായില്ലേ, കണ്ണൊന്നും പിടിക്കത്തില്ല മൊബൈലിന്റെ. പിള്ളേരെ ജെന്യുവിനാണെന്ന് തോന്നും. ചിലപ്പോഴൊക്കെ ചില സംഭവങ്ങളൊക്കെ ജെന്യുവിനാണെന്ന് തന്നെ തോന്നുന്നത്.
എനിക്കിഷ്ടമാണ് കാണാൻ. എന്താണ് ഞാന് മൊബൈലിലാണ് കൂടുതലും കാണുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാരും ഇപ്പൊ മക്കളാണെങ്കിൽ അവര് സ്കൂളിലൊക്കെ പോകുന്നതാണ്. പിന്നെ ഹസ്ബൻഡ് ജോലി, പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോ നമ്മൾ ഒരുമിച്ച് എൻജോയ് ചെയ്യാറുണ്ട്, അതോ കാണുമ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് പോവാ? ചിലതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്, ചിലത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകാറുണ്ട്. അപ്പൊ ഞങ്ങള് തമ്മിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും പറയും അത് അങ്ങനെ അവര് മുമ്പേ പറഞ്ഞു വെച്ച് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യണതാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് കണ്ടിന്യൂസ് കാണുമായിരുന്നു. പിന്നെ ആ സീസണിലെ വിജയ് ആരാണ്? അയ്യോ മറ്റേ സാബു സമയം കിട്ടാറില്ല എന്നല്ല, ചില സമയം കിട്ടാറില്ല, പിന്നെ ബിഗ് ബോസ് അങ്ങനെ ഇപ്പം കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്താണ് എനിക്ക് താല്പര്യമില്ല കാണാൻ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ക്യാമറ ഉണ്ടെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ അവര് ഒട്ടും ശ്രദ്ധിക്കാതെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. മോഹൻലാലിനെ എങ്ങനെയാണ് ഇഷ്ടം? ലാലേട്ടൻ ഫാനായിരുന്നു. ബിഗ് ബോസ് ഒക്കെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ പുള്ളിയുടെ വന്നതിന് ശേഷമാണ് മോഹൻലാലിന് ഇഷ്ടമല്ലാതെ. ഇഷ്ടമല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, മോഹൻലാൽ ഫാൻസ് ഒക്കെ ആയിരുന്നു. കുറെ ഫസ്റ്റ് ഷോയും കണ്ട് ജൈവൊക്കെ വിളിച്ചു. പക്ഷെ മലയാളത്തിൽ വേറെ നല്ലൊരു വ്യക്തി ഇല്ല ഇതിനൊക്കെ വരാൻ പറ്റില്ല. എങ്കിലും ലാലേട്ടനെ പോലെ ഇങ്ങനെ വന്ന് ഇവരുടെ പിള്ളേരുടെ ഇവിടെ അത് ഇങ്ങനെയൊക്കെ പറയാൻ കണ്ടപ്പോ അല്ല, ഇപ്പം ബാക്കി എല്ലാത്തിലും നോക്കിയാൽ തമിഴ് നോക്കിയാൽ കമലഹാസനാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കമലഹാസനായിരുന്നാലും ശരി, അമിതാഭ് ബച്ചനായിരുന്നാലും ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഇപ്പോ സംബന്ധിച്ച് ലാലേട്ടൻ തന്നെയാണ്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആള് അത്രേ ഉള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആളിന് മോഹൻലാലിനേക്കാളും പവറുണ്ട്. ആണോ അല്ലേ? പുള്ളിയാണല്ലോ അതിന്റെ മെയിൻ. അതെ, ഇതിനപ്പുറത്തേക്കൊന്നും ഓവറാണ്. ഇതിനപ്പുറത്ത് ഓടാവേണ്ട ആവശ്യമില്ലെന്നാണ് ഇടയ്ക്ക് കുറച്ച് കാണുമായിരുന്നു. നമ്മുടെ സാബു ചേട്ടനെ കൊണ്ടായിരുന്നു. ഞാൻ ഫുള്ള് തൊട്ട് സാബു ചേട്ടനെ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് ജെന്യൂനായിട്ട് അന്ന് കളിച്ച് സാബു ചേട്ടനൊക്കെ ആയിരുന്നു. അഖിൽ മാരാരാണ്, അതിപ്പോഴല്ലേ ആയിരുന്നു. ഈ പ്രാവശ്യത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ പുള്ളി ഇങ്ങനെ വിന്നറായി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവും. പുള്ളിയും കുറച്ച് ജെന്യൂനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പറയുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒക്കെ ഇങ്ങനെ കണ്ടുപോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് കാണാറില്ല. ഹോട്ട്സ്റ്റാറിൽ നേരിട്ട് കണ്ടതാണോ അത് അവർ ടി വിയിൽ ഞാൻ പൊതുവെ കാണാറില്ല ബിഗ് ബോസ്. അപ്പോൾ അവർ വന്നിട്ട് ടി വിയിൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ല അതിനോട്. സോ ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ടൊന്നും പറയാം.